നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന കേരള ഡിസേബിലിറ്റി ഫെസ്റ്റിവലിന് വന്ന സമയത്ത് എനിക്കൊരു പുതിയൊരു സുഹൃത്തിനെ കിട്ടി. തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള റസിയാണ്. റസിയുടെ ഒരു പ്രത്യേകത ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ റസിയെ കാണുക ഒരു IAS കാരിയായിട്ടായിരിക്കും എന്നുള്ളതാണ്. സിവിൽ സർവീസ് എന്ന് പറയുന്ന വലിയ സ്വപ്നം അവർ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അവർ നല്ലൊരു ഗായികയാണ്. ആ വിശേഷങ്ങൾ റസിയോട് തന്നെ ചോദിക്കാം. റസിയ, എന്താണ് സിവിൽ സർവീസ് എവിടെ വരെ എത്തി? ഇപ്പം കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിലിംസ് എടുക്കുന്നുണ്ട്. മെയിലാണ് പ്രിലിംസ്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ഭാവിയിലെ IAS ഒക്കെ നേടിയിട്ട് ഒരു കളക്ടർ ആയാൽ എന്താണ് സ്വപ്നങ്ങൾ? എന്താ സ്വപ്നങ്ങൾ? ഒരുപാടുണ്ട്. ആദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഡിസേബിൾഡ് പേഴ്സൺ, എനിക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം തന്നെ ഞാൻ വളരെ പ്രോഗ്രസീവായിട്ട് കാണുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിക്കുക. ഇവിടെ KLF ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം വരണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ നമുക്ക് ഇപ്പോഴും സൊസൈറ്റി കുറച്ചും കൂടി ഇൻക്ലൂഷൻ കൈവരിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാരിയർസ് ഉള്ളത് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ KDF എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര ബുദ്ധിമുട്ടിയായാലും എത്തണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ തോന്നും റസിക്ക് എന്താണ് സംഭവിച്ചത്? ജന്മന ഇത് ഉണ്ടായതാണ്? എന്താണ് അസുഖം ഉണ്ടായത്? ബൈ ബർത്ത് ഞാൻ ഇങ്ങനെയാണ്. അതായത് ഒരു മയോപ്പതി കണ്ടീഷനാണ്. മസിലിനും ബോണിനും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാജുവലി ഇതിന് അതായത് കൂടുതൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റാറ്റിക്കാണ്, ഒരു മാറ്റവും വരുന്നില്ല. അതായത് ജനിച്ച സമയത്ത് ഒരുപാട് ദുർബലമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഡോക്ടേഴ്സിന് പോലും എത്രത്തോളം അതിജീവിക്കുമെന്ന് പാരൻസിന് ഉറപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം. പിന്നെ ഞാൻ നടന്നതൊക്കെ വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ എന്നെ സ്കൂളിൽ ഉമ്മ എടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഞങ്ങളുടെതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പം ഒരുപാട് ദൂരം കുന്നും മലയും എന്നെ എടുത്തുകൊണ്ട് ഇറങ്ങി ബസ്സിൽ കയറി സ്കൂളിൽ. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ചില നേരം അത്ഭുതം. ഞാൻ വിചാരിക്കും ഉമ്മ എങ്ങനെയാണ് ഉമ്മക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് എന്നെ കൊണ്ട് ഇറങ്ങാൻ. ഒരുപക്ഷെ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ ഇറങ്ങിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ എന്താകുമെന്ന് എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു അന്ധതയാണ്. അപ്പം പഠിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനാണ്. പിയേഴ്സിൻ്റെ കൂടെയൊക്കെ സംസാരിക്കുമ്പോൾ അതൊരു എൻജോയ്മെൻറ്റാണ്. വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഒന്നുമല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നല. അപ്പോൾ ഇപ്പം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നു. കാര്യവട്ടം ക്യാമ്പസിലാണ്. ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഇനിയിപ്പം വേറെ എന്തെങ്കിലും, എല്ലാവരും പൊതുവെ പറയാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടിയല്ലേ ഇപ്പം കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ജോലിയൊക്കെ കിട്ടും. അപ്പോൾ അത് കേട്ടിട്ടാണ് എനിക്ക് വേണ്ട. എല്ലാവരും അങ്ങനെ നമ്മളെ ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന സ്വപ്നം എനിക്ക് +2 പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ പാരൻസ് എന്നെ കൊണ്ടിറങ്ങിയത് ഒരു നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ബാക്കി ഇതുപോലുള്ള പാരൻസിന് ഇൻസ്പിറേഷൻ ആവണം. ഇങ്ങനെ കുട്ടികളെ കൊണ്ടിറങ്ങിയാൽ അവർ എത്തുമെന്നുള്ളത്. ഇവർ തരുന്ന സപ്പോർട്ട് അത്രത്തോളമാണ്. അപ്പോൾ അത് സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കണമെങ്കിൽ അത്രയും നല്ലൊരു പൊസിഷനിൽ എത്തണമെന്നുള്ളതും, എനിക്ക് എന്തെങ്കിലും എന്നെ പോലുള്ളവർക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിലും അതേ ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഉമ്മയാണ് ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടിയെ 1ാം ക്ലാസ്സിലൊക്കെ എടുത്തു അല്ലേ? അതെങ്ങനെയാ ഓർമ്മ? മോളേട് ഒന്നാം പഠിക്കാനും എഴുതാനും വായിക്കാനും എല്ലാം നല്ല മിടിക്കാണ്. നല്ല പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സൊന്നും ആയില്ല. എൻ്റെ സംസാരമെല്ലാം നല്ല വ്യക്തമായിട്ട് പറയുന്ന വാക്കുകളെല്ലാം നല്ല അക്ഷരസ്ഫുടതയോടെ. അപ്പോൾ എൻ്റെ മോളെ കൊണ്ട് എത്തിച്ചാൽ എൻ്റെ മോളെ എവിടെയെങ്കിലും എത്തിക്കോളും എന്നും പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് ഇറങ്ങി കുറേ ദൂരം നടന്ന് പിന്നെ ഒരു 10:30 ഒരു ബസ്സുണ്ട്, അതിലെടുത്തുകൊണ്ട് പോയി ആ ആക്കിയിട്ട് വെളിയിലിരിക്കുമായിരുന്നേ. 3-4 വർഷം വെളിയിൽ വൈകുന്നേരം വരെ ഇരിക്കും. അപ്പം വാപ്പട്ട ചോദിച്ച അവിടെ ടീച്ചർമാർ പറഞ്ഞു ഒരു ഹെൽപ്പറായിട്ടൊരു ചെറിയ ജോലി തരാം, കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ വാപ്പട്ട ചോദിക്കും, വാപ്പ പറയും വേണ്ടെന്ന്. പിന്നെ മോൾക്ക് 3ാം ക്ലാസ് 4ാം ക്ലാസ് ആയപ്പോൾ നല്ലപോലെ ക്ലാസ് കിട്ടുന്നില്ല. ഒരു വർഷം തുച്ഛമായ ദിവസമേ പോയി എത്താൻ പറ്റുന്നുള്ളൂ. ബസ്സിൻ്റെ ഒന്നും അന്നത്തെ ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു, വളരെ ഇതായിരുന്നു. അപ്പം പിന്നെ എൻ്റെ മോൾക്കൊരു വണ്ടി, നഴ്സറിയിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ എൻ്റെ പിള്ളേക്ക് സ്ഥിരം ക്ലാസ് കിട്ടുമല്ലോ, അതുമാത്രം ശമ്പളമൊന്നും നോക്കിയില്ല. മോൾക്ക് സ്ഥിരം ക്ലാസ് കിട്ടണം, നന്നായി പഠിക്കണം. അങ്ങനെ പിന്നെ ഞാൻ കൊണ്ടിറങ്ങി. അപ്പോൾ അവർ ചോദിച്ച് 4ാം ക്ലാസ് ആകുമ്പോൾ വെച്ച് ഞാൻ കയറട്ടോ എന്ന് വെച്ചപ്പോൾ ഒരു എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ നഴ്സറിയിൽ 14 വർഷം വർക്ക് ചെയ്ത് വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ്റൊന്നും അല്ല, മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള പള്ളിയുടെ ഒരു കീഴിലുള്ള ഒരു നഴ്സറിയാണ്. അങ്ങനെ 14 വർഷം. അതെ. അപ്പോൾ ഇപ്പം അങ്ങനെ ഞാൻ +2 വരെ അതിനൊക്കെ പോയി. അത് കഴിഞ്ഞ് മോളിപ്പം പക്ഷേ 10 ദിവസമാണ് വീട്ടിൽ ഇരുന്നാലും
ഒരു പിറകിലോട്ടാകുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനെ കൊണ്ടിറങ്ങാം സിവിൽ സർവീസ്. പക്ഷേ ഇറങ്ങൂല, ഇത് പഠിക്കുന്നതുകൊണ്ട് ക്ലാസ്സൊക്കെ മിസ്സാവുമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ അത്ര താല്പര്യമില്ല. എന്നാലും അവളെ സന്തോഷത്തിന് അവളെ കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഇതുപോലെ കൊണ്ടിറങ്ങാം. ഇപ്പോഴാണോ സംഗീതം പഠിപ്പിച്ചത്, പാട്ട് പഠിപ്പിച്ചത്? ഇല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പാടും, അത് കേട്ടിങ്ങനെ ഒരു ഇതായതാണ്. അങ്ങനെ എന്താ ഉപ്പാടെ പേര്? നാസറുദ്ദീൻ. ഉമ്മയുടെ പേര് ഷീജ. യെസ്. അപ്പോഴേ നമ്മൾ എന്തായാലും സിവിൽ സർവീസ്, ഞാൻ ഇവിടെ കാണുന്നത് ഈ പാട്ട് കേട്ടിട്ടാണ്. ഈ അതെ ഏതാണ് നല്ലൊരു പാട്ട് പാടുന്നത്? ഞാൻ വൈക്കം വിജയലക്ഷ്മി മാഡം പാടിയിട്ടുള്ള അങ്ങുവാനക്കോണിൽ അത് പാടാം. താരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. കലക്കിയട്ട അടിപൊളി പാട്ട് പാടി. എന്തായാലും റസിയയിലൂടെ നമുക്ക് ഒരു നല്ല ഗായികയായിട്ടുള്ളൊരു കളക്ടറെ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. റസിയ സിവിൽ സർവീസ് എടുക്കുന്ന ദിവസത്തിനായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അതിജീവനത്തിൻ്റെ വലിയ മാതൃകയായി റസിയ നമ്മുടെ രാജ്യത്ത് തന്നെ നിറഞ്ഞു നിൽക്കട്ടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.